ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലൊരു അടിപൊളി കേക്കിന്റെ റെസിപ്പിയാണ്. ബേക്കിംഗ് പൗഡറോ സോഡാപ്പൊടിയോ മുട്ടയോ ഓവണോ ഒന്നും തന്നെ ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ച് പോലൊരു കേക്കിന്റെ റെസിപ്പിയാണ്. ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിന്റെ അരികെ ഭാഗമൊന്നും കട്ട് ചെയ്ത് കളയാതെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുഴുവനായിട്ടും ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ചെടുത്ത മിക്സ് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കയ്യിൽ ഒന്ന് തൊട്ട് കാണിച്ചു തരാം. ഇതുപോലെ നല്ല തരിതരിപ്പോട് കൂടി വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. റവയുടെ ഒക്കെ ആ ഒരു തരിതരിപ്പുണ്ടല്ലോ, അത്രയും നല്ല നൈസായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ആ ഒരു ബ്രെഡ് പൊടിച്ച മിക്സിയുടെ ജാറ് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ ഒരു 1/4 കപ്പ് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. വറുത്ത കപ്പലണ്ടിയാണ് വേണ്ടത്. അതിന്റെ കൂടെ തന്നെ ഒരു 4 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു കപ്പലണ്ടിയുടെ കൂടെ നമുക്ക് ഈ ഒരു ഏലക്ക ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അതിനു വേണ്ടിയാണ് അതിന്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു മണം ഉണ്ടാവും. ആ ഒരു കപ്പലണ്ടി പൊടിച്ചതും ഈ ബ്രെഡ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങ ചിരകിയത് ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. 1/2 കപ്പ് അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതേ മിക്സിയുടെ ജാറിൽ തന്നെ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദ വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഒരു 1/2 കപ്പ് അളവിൽ റാഗി പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റാഗി പൊടി ഉള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ആ ഒരു ഗോതമ്പ് പൊടി തന്നെ 1/2 കപ്പ് അളവിൽ 1 കപ്പായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഈ റാഗിപ്പൊടി കുറുക്കി കൊടുത്താലും കാച്ചി കൊടുത്താലൊന്നും കുടിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും പലഹാരം തയ്യാറാക്കുമ്പോൾ അതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതെങ്ങനെയെങ്കിലും അവർ കഴിച്ചോളും. റാഗി നമ്മൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പിന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചെടുത്ത മിക്സിന്റെ പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിന് ഈ ഒരു ജാറിന്റെ ഉള്ളിൽ ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ കൈകൊണ്ട് തന്നെ തുടച്ചിട്ടിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പരുവം തെറ്റിപ്പോവും. ഇതിലേക്ക് ഇനി വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. ഈ ഒരു കട്ടിയിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഒരു കേക്ക് നല്ല ഫ്ലഫി ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സ്പോഞ്ച് പോലെയൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിന് കേക്കിന് ഒരു ഒട്ടല വരും. ഇപ്പോൾ ഞാൻ ഇതൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളൊന്നും ആവാതെ ഇതേപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ നമുക്കിതാ സ്പാച്ച് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. ഇനി നമുക്കിത് കേക്കിന്റെ മൗൾഡിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ട്രേയിലേക്കോ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ഒരു കറി ബൗളാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനുള്ളിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം ഈ മാവ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. ഞാനിപ്പോൾ ഈ ഒരു സ്പാച്ചിലും കൂടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കറക്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാണാനൊരു ഭംഗിക്കും കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത്. ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു അലുമിനിയത്തിന്റെ ഇതുപോലുള്ള പാത്രം വെച്ചിട്ട് അതിൽ റിങ് ഇറക്കി വെച്ചതിന് ശേഷം അതിലേക്കാണ് ഈ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാത്രം നേരത്തെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ചൂടാക്കി വെച്ചിരുന്നതാണ്. ഇതൊന്നിനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. എത്ര സമയമാണോ ഇത് വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഒരു 40-45 മിനിറ്റിന് ശേഷം ഇപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ പാത്രത്തിൽ നിന്ന് ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുക്കുകയാണ്. ടൂത്ത് പിക്ക് നനച്ചൊന്ന് കുത്തി കൊടുത്താൽ മതി ഈ കേക്ക് വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിന്റെ ബാക്ക് വശം വെച്ച് നനച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്ത് നോക്കുക. അതിൽ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയെന്നാണ്. ഇപ്പോൾ നല്ല സ്പോഞ്ച് പോലത്തെ പഞ്ഞ് പോലത്തെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്.
നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.